ഇന്ന് വീഡിയോയുടെ എന്താ ഉണ്ടാക്കാന്ന് നോക്കിയിരുന്നപ്പോഴാട്ടോ ഫ്രിഡ്ജിൻ്റെ മൂലയിൽ ഇരുന്ന് ബ്രെഡ് ഇങ്ങനെ ചിരിച്ചു കാണിച്ചത്. എന്നാൽ പിന്നെ അതുകൊണ്ട് തന്നെ ആയേക്കാം. ഇത് ഇങ്ങനെ ഇരുന്ന് ആരും എടുക്കില്ല, അവസാനം അതെടുത്ത് കളയത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ആക്കിയ ബ്രെഡ് തീരുകയും ചെയ്യും, കഴിക്കുന്നവരുടെ വയറും നിറയും. അപ്പോൾ പിന്നെ അതുകൊണ്ടൊരു സൂത്രപ്പണി ഒപ്പിക്കാമെന്നും പറഞ്ഞ് അതും എടുത്തുകൊണ്ട് വന്ന് ഒരു 5-6 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത്. ഒരുപാട് ഫൈനാക്കണ്ട, ചെറിയ തരിയോടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തിരികിയ തേങ്ങയും ഒരല്പം ശർക്കര ചിരകിയതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യേണ്ട, നമുക്കിത് വേവിക്കാനുള്ളതാണ്. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അതിലിട്ട് ഒരു 5-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ശർക്കരയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടുന്ന സമയം. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് അതൊരു കുഴമ്പ് പരുവാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റും മണവുമാണ് ഏലക്ക ചേർക്കുമ്പോൾ. എന്നിട്ട് മാറ്റി വെച്ച് ഒന്ന് തണുത്ത് വരുമ്പോൾ, ഒരുപാട് തണുക്കണ്ട, ചെറിയ ചൂടോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ ഇവരുടെ ബോൾസ് പോലെ ആക്കുക, അതാകുമ്പോൾ ലഡു പോലെ ഇരിക്കും, എല്ലാവരും കഴിക്കുകയും ചെയ്യും. ലഡു പോലെ ആക്കിയിട്ട് സെർവ് ചെയ്ത് നോക്ക്. ബ്രെഡ് കഴിക്കാൻ മടിയുള്ളവർ പോലും ഇങ്ങനെ കൊടുത്താൽ കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.